വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പം ഇന്ന് നമ്മുടെ 60-day ചലഞ്ചിന്റെ 13ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ നമ്മളൊരു ഫിറ്റ്നസ് ചലഞ്ചിലാണ് 60 days. അപ്പൊ ഇന്ന് 13ാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്ന് രാവിലെ ആസ് യൂഷ്വൽ ഞാൻ എല്ലാ ദിവസവും എണീക്കുന്നത് പോലെ തന്നെ എണീറ്റു. അപ്പൊ കെസി ലിയോൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇന്ന് എണീറ്റപ്പോൾ ഒരു 7-7:30 എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് 2 ഏത്തക്ക പുഴുങ്ങിയത്, പിന്നെ ഒരു ഇച്ചിരി ചായ, അതാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 1.25 മണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛന് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പം ഇന്ന് തിങ്കളാഴ്ച ഓബിയസ്ലി ഓഫീസിൽ പോകണം. അപ്പോൾ പുള്ളിയെ സെറ്റ് ചെയ്ത് അയച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിന്റെ കുറച്ച് മെനു സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. എൻ്റെ അടുത്ത് ഒരുപാട് ഗേൾസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ജിമ്മിൽ വരുന്നവരാണെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാം കമന്റ് ബോക്സിലാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്ക്. ചേച്ചി, ഞാനൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു ലേഡി ആയതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഈ വർക്കൗട്ടൊക്കെ പീരിയഡ്സ് ടൈമിൽ ചെയ്യുന്നത് ഓക്കെ ആണോ, ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നൊക്കെ. എൻ്റെ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് പീരിയഡ് ഡേയ്സിലും അല്ലാത്ത ഡേയ്സിലും ഒക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അത് എൻ്റെ പീരിയഡ് ഡേയ്സ് എനിക്കൊരു നോർമൽ ഡേ ആണ്. ആ സമയങ്ങളിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പം വരുന്ന ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നോർമലി ഞാനൊരു 75 kg ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ, മീൻസ് ഫോർ എക്സാമ്പിൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിൽ നേരെ പകുതിയായിരിക്കും എൻ്റെ പീരിയഡ് ഡേയ്സിൽ ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നത്. വേറൊന്നിനും അല്ല, എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ എനിക്ക് എനർജി ഇല്ലാഞ്ഞിട്ടല്ല. നമ്മുടെ ബോഡിക്ക് ഒരു കുറച്ച് കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ പീരിയഡ്സിന്റെ ടൈം എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കൊരു ഫ്ലഷ് ഔട്ട് പ്രൊസീജിയർ നടക്കുകയാണ് നമ്മുടെ ബോഡിയിൽ. സോ അപ്പം കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ദിവസങ്ങളാണ് ഈ പീരിയഡ്സിന്റെ ടൈം എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പീരിയഡ്സിന്റെ ആദ്യത്തെ 3 ദിവസം ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുവാണെങ്കിലും ഏതുതരം വർക്കൗട്ട് ചെയ്യാലും ഞാൻ ഹൈ ഇന്റൻസിറ്റി ആയിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. ലൈക്ക് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ഞാൻ ചെയ്യത്തില്ല. ഒരുപാട് കൈൻഡ് ഓഫ് ആപ്സ് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ജസ്റ്റ് എന്താ പറയുന്നത്, എൻ്റെ ബോഡി ഒന്ന് പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഈ വർക്കൗട്ട് പീരിയഡ്സ് ടൈമിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. സയന്റിഫിക്കലി ഞാൻ പറയില്ല, കാരണം ചെയ്യാമെന്നോ ചെയ്യത്തില്ലെന്നോ ഞാൻ പറയത്തില്ല. കാരണം ഞാനൊരു ഡോക്ടറല്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുമല്ലോ. കാരണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിരിക്കണം. സോ അതുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയും, അങ്ങനെ ഒരു റിസർച്ച് നടത്തിയതിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താ പറയുന്നത്, ചെറിയ കൈൻഡ് ഓഫ് വർക്കൗട്ട്സ്, എക്സസൈസ് നമ്മുടെ പീരിയഡ് ടൈമിൽ നമുക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ബോഡി പോലെ ആയിരിക്കത്തില്ല വേറൊരു പെൺകുട്ടിയുടെ ബോഡി. കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ ഓക്കെയാണ്, എനിക്ക് ഒരു ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. എനിക്കല്ലാതെ ഭയങ്കര ഓവർ ബ്ലീഡിങ്ങോ ഒരുപാട് പെയിനോ ഒന്നുമില്ല. പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല വേറൊരു പെൺകുട്ടിക്ക്. അപ്പം ഒരുപാട് പെയിനും ഒരുപാട് ബ്ലീഡിങ്ങും ഒക്കെ ഉള്ള സമയമാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ജിമ്മിൽ പോകണമെന്നോ വർക്കൗട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്നോ ഞാൻ പറയത്തില്ല. ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 7 ദിവസം നിങ്ങൾ പെട്ടെന്ന് വർക്കൗട്ട് നിർത്തുവാണ്, അല്ലെങ്കിൽ 7 ദിവസം നിങ്ങൾ റെസ്റ്റ് ചെയ്യുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഒന്നും വാനിഷ് ആവാൻ പോകുന്നില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. സോ ഒരു ചുക്ക സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുവാണ് ഈ പീരിയഡ് ടൈം എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം തോന്നുവാണെങ്കിൽ ഇത് റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം. പക്ഷേ എഗെയിൻ ഞാൻ പറയും, പീരിയഡ്സിന്റെ ടൈമിൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ചെയ്യാൻ ഇഫ് യു ആർ കംഫർട്ടബിൾ. ഒരുപാട് പെയിനും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത വർക്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഭയങ്കര പ്രഷർ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ബോഡിക്ക് അതൊരു ഭയങ്കരമായിട്ടൊരു ഇതായിരിക്കും. നമ്മുടെ വയറൊക്കെ ഭയങ്കരമായിട്ട് അത് എന്താ പറയുന്നത്, വലിഞ്ഞു മുറുകുന്ന കൈൻഡ് ഓഫ് തിങ് ആണ് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒഴിവാക്കുക. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഗേൾസ് ആണെങ്കിൽ ആ സമയങ്ങളിൽ വെയിറ്റ് ലിഫ്റ്റ് ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം, ഓക്കെ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ കാർഡിയോ നമ്മൾ ഒരു 45 മിനിറ്റ്സ് ഒക്കെ റണ്ണിങ്, ജമ്പിങ്, സ്കിപ്പിംഗ് അതൊക്കെ ചെയ്യുവാണെങ്കിലും അത് കുറച്ചൊന്ന് കുറയ്ക്കുക. മാക്സിമം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുക. കാരണം നമുക്ക് ബ്ലീഡിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാർഡിയോ ഒന്ന് ചെറുതായിട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹൈ ഇന്റൻസ് ആയിട്ട് ചെയ്യാതിരിക്കുക. മൂന്നാമത്തത് എന്ന് പറയുന്നത് ചില കൈൻഡ് ഓഫ് യോഗാസ് ഉണ്ട്. യോഗ നമ്മൾ ഭയങ്കരമായിട്ട് ബോഡി ഫ്ലെക്സ് ചെയ്തൊക്കെ ചെയ്യുന്ന കൈൻഡ് ഓഫ് യോഗയുണ്ട്. അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പക്ഷെ പീരിയഡ്സിന്റെ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന യോഗാസ് വേറെ
വേറെ ഒരുപാടുണ്ട്. സോ അത് നമ്മൾ നോക്കിയിട്ട് അത് ചെയ്യുക. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് ക്രഞ്ചസ്, അബ്ഡോമിനൽ ക്രഞ്ചസ് ഉണ്ട്, ലൈക്ക് ആപ്സിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ വയർ ഒരുപാട് നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എന്താ പറയുന്ന വർക്കൗട്ട്സ് ഒഴിവാക്കാം. സോ ഈ 4 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഞാനിപ്പോൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നമ്മുടെ വയറും നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പം പീരിയഡ്സ് ടൈമിൽ ഇങ്ങനെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. എന്നാൽ നമ്മൾ വർക്കൗട്ട്, ചെറിയ ചെറിയ വർക്കൗട്ട് നമ്മൾ പീരിയഡ്സിന്റെ ടൈമിൽ ചെയ്യുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ഡോക്ടർ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് നിങ്ങളുടെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ 100% ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടും നന്നായിട്ട് അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ആർ ലൈക്കിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് ഇവിടെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ലൈക്ക്, ഒരു കമന്റ് ഒക്കെ തന്നിട്ട് പോകണം കേട്ടോ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഐ തിങ്ക് ടുമോറോ.